നമസ്കാരം. നയതന്ത്രത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് റഷ്യ അമേരിക്കയ്ക്ക് മുന്നിൽ. അതായത് ലോക രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. ഇരുവർക്കും ഇടയിലെ സൗഹൃദപരമായ ബന്ധം, പ്രത്യേകിച്ചും ഉക്രൈൻ സംഘർഷത്തിൽ ട്രംപ് നടത്തിയ നയതന്ത്ര ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. ട്രംപിന്റെ സമീപകാല മാറ്റങ്ങൾ ചർച്ചയാവുമ്പോഴും അദ്ദേഹത്തെ റഷ്യയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള പുടിന്റെ ക്ഷണം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ വെളിപ്പെടുത്തുന്നത്. റഷ്യയുടെ തുറന്ന സമീപനത്തെയും സൗഹൃദപരമായ നയതന്ത്ര താൽപര്യത്തെയും ഊട്ടി ഉറപ്പിക്കുന്നതാണ്. റഷ്യയുടെ വാതിൽ ട്രംപിനായി തുറന്നു കിടക്കുന്നുവെന്നും ഇനി തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ് എന്നുമാണ് ക്രെംലിൻ വക്താവ് വ്യക്തമാക്കുന്നത്. ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്ക റഷ്യ ബന്ധത്തിൽ വഴിത്തിരിവുണ്ടായി. വൈറ്റ് ഹൗസ് റഷ്യൻ ഉദ്യോഗസ്ഥരുമായി നിരവധി ചർച്ചകൾക്ക് തുടക്കമിടുകയും ഇത് കഴിഞ്ഞ് ഓഗസ്റ്റ് മധ്യത്തിൽ അലക്സയിൽ വെച്ച് നടന്ന പുടിൻ ട്രംപ് ഉച്ചകോടിയിൽ കലാശിക്കുകയും ചെയ്തു. ഈ നിർണായക കൂടിക്കാഴ്ചയിൽ വെച്ചാണ് റഷ്യൻ തലസ്ഥാനം സന്ദർശിക്കാനുള്ള ക്ഷണം റഷ്യൻ നേതാവ് ട്രംപിന് കൈമാറിയത്. ഇരു നേതാക്കളും ഈ ഉച്ചകോടിയെ പോസിറ്റീവായിട്ടാണ് വിശേഷിപ്പിച്ചത്. പുടിൻ അതിനെ തുറന്നത് എന്നും വസ്തുതാനിഷ്ഠമായത് എന്നും വിളിച്ചപ്പോൾ ട്രംപ് അതിനെ ഉൽപാദനക്ഷമം എന്നാണ് പ്രശംസിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദപരമായ നയതന്ത്ര ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നത്. ഇക്കാര്യം പുടിനും വ്യക്തമാക്കുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപിനെ കാണാൻ എല്ലാം ട്രംപിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുമെന്നാണ് പെസ്കോവ് കൂട്ടിച്ചേർത്തത്. മാസങ്ങളോളം അമേരിക്ക മധ്യസ്ഥതയിലുള്ള സമാധാന കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യുക്രൈൻ ചില പ്രാദേശിക അവകാശവാദങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അമേരിക്ക നിർബന്ധിച്ചിരുന്നു. ഇത് റഷ്യൻ നിലപാടുകൾക്ക് ലഭിച്ച അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ പുടിൻ വളരെയധികം വിലമതിക്കുന്നു എന്നും ക്രെംലിൻ വക്താവ് ഇപ്പോഴും വാദിക്കുന്നുണ്ട്. കൂടാതെ പുടിനും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം ഊഷ്മളമായിരുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ട്രംപിന്റെ പുതിയ പരാമർശങ്ങൾ വന്നെങ്കിലും ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൗസിൽ സംസാരിച്ച ട്രംപ് റഷ്യയെ ഇനി ഒരു കടലാസ് കടുവ എന്ന് വിശേഷിപ്പിക്കില്ലെന്നും ആർക്കുമെതിരെ ഈ പദം ഉപയോഗിക്കാൻ തയ്യാറല്ല എന്നുമാണ് പറഞ്ഞത്. ഇത് തന്റെ മുൻ നിലപാടിൽ നിന്നും ട്രംപിന് വന്ന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ട്രംപിനെ റഷ്യയിൽ സ്വീകരിക്കാനുള്ള പുടിന്റെ സന്നദ്ധതയും ഊഷ്മളമായ വ്യക്തിബന്ധവും എടുത്തു കാണിക്കുമ്പോൾ റഷ്യൻ നയതന്ത്രം സൗഹൃദപരവും തുറന്നതുമാണ് എന്ന് വ്യക്തമാക്കുന്നു. ട്രംപിന്റെ സമീപകാല വാക്കുകൾ, റഷ്യൻ വക്താവ് നൽകിയ ശക്തമായ പ്രതികരണങ്ങളും റഷ്യയുടെ ആഭ്യന്തര കരുത്തും നിലപാടുകളിലുള്ള സ്ഥിരതയും അടിവരയിടുന്നുണ്ട്. ട്രംപിനെ ഇപ്പോഴും സ്വീകരിക്കാനുള്ള സന്നദ്ധത ഉക്രൈൻ സംഘർഷത്തിന്മേലുള്ള നയതന്ത്ര പരിഹാരങ്ങൾക്കുള്ള സാധ്യതകളെ റഷ്യ ഇപ്പോഴും തള്ളിക്കളയുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച